നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമുഖ ഇബ്രാഹിമിക് റിലീജിയൻസ് ആയ ക്രിസ്ത്യാനിറ്റി, ജൂസ്, അതുപോലെ ഇസ്ലാം മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ അവർ തമ്മിലുള്ള താരതമ്യങ്ങളും എങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ആ, ഇസ്ല അറ ഉം, ഇബ്രാഹിമിക് റിലീജിയൻസിലെ ഏറ്റവും ആദ്യത്തെ റിലീജിയൻ എന്ന് പറയുന്നത് ജൂസ് ആണ്. ജൂതമതമാണ്. ഈ ജൂതമതത്തിന്റെ ആരംഭം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹാമിന്റെ സന്തതികളും അവരുടെ ആളുകളും ആയിട്ടുള്ള ആളുകളാണ് ഈ ഇസ്രായേൽ പ്രദേശത്ത് ജീവിച്ചിരുന്ന, അതായത് ഈജിപ്തിനോട് ചേർന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ഒരു വംശ പരമ്പരയാണ് ജൂസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ജൂസ് ഒരു മതമാണെങ്കിൽ പോലും അത് കൂടുതലായും ഒരു വംശമായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ജാതിയായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അവർ പുറമേ നിന്ന് അധികം ആളുകളെ ഒന്നും അവരിലേക്ക് സ്വീകരിക്കുന്നില്ല. അങ്ങനെ അവർ മറ്റ് ആളുകളെ അവരുടെ മതത്തിലേക്ക് ആകർഷിക്കുന്നതൊന്നും ഇല്ല. ജൂസിന്റെ പ്രധാന മതങ്ങളുടെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. യഹോവ എന്ന ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അന്ന് ഏതാണ്ട് ഈ പ്രദേശങ്ങളുണ്ട്, മിഡിൽ ഈസ്റ്റിന്റെ അത് ഈജിപ്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുണ്ടായിരുന്ന ആളുകളെല്ലാം പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. എന്നാൽ അവർ അതിൽ നിന്ന് വ്യത്യസ്തമായി അഥവാ യഹോവ എന്ന ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ അവർ ഒരു പ്രത്യേക സമൂഹമായി ജീവിക്കുകയും ചെയ്തു. അവരുടെ ദൈവവിശ്വാസം അനുസരിച്ച് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശക്തനായ ആളാണ്. അദ്ദേഹം പല്ലിന് പല്ല്, പാപം ചെയ്തു കഴിഞ്ഞാൽ വളരെ ശക്തമായി ശിക്ഷിക്കും, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് തുടങ്ങിയ ഒരു പ്രത്യേക രീതിയിൽ മനുഷ്യനോട് പ്രതികാരം ചെയ്യുന്നതും മനുഷ്യനെ തെറ്റിന് വളരെ ശക്തമായി ശിക്ഷിക്കുന്ന ആളുകളാണ്. അവർ ദൈവത്തിന്റെ നാമം പോലും അനാവശ്യമായിട്ട് ഉച്ചരിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ ദൈവത്തെ കാണുന്ന ഒരു ജനവിഭാഗമാണ് ഈ ജൂസ് എന്ന് പറയുന്ന ആളുകൾ. അവര് യഹോവ എന്ന ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അവർ അവരുടെ സന്തതി പരമ്പരയും അവരുടെ ആചാരക്രമങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അവര് പല കാര്യങ്ങളും ദൈവം പറഞ്ഞിരിക്കുന്നു അനുസരിച്ച് അവര് 10 കൽപ്പനകൾ പാലിക്കുന്നു. അതുപോലെ അവർക്ക് നിഷിദ്ധമായ ചില കാര്യങ്ങളുണ്ട്. ചില മത്സ്യങ്ങൾ, മാംസം, അതുപോലെ പന്നി ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരും കഴിക്കത്തില്ല. അതുപോലെ അവര് ഷെല്ലുള്ള ഞണ്ട് അങ്ങനെയുള്ള കഴിക്കില്ല. ചീസും മീറ്റും അവരൊന്നിച്ച് കഴിക്കില്ല. അങ്ങനെ അവർക്ക് ഒരുപാട് നിഷ്കർഷകളുണ്ട്. അങ്ങനെ ഒരുപാട് നിഷ്കർഷകൾ പരിപാലിച്ചു പോരുന്ന ഒരു ജനവിഭാഗമാണ് ഈ ജൂതന്മാരെന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷമുണ്ടായ ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടായിരുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരാള് അന്ന് യഹൂദ മതത്തിലുണ്ടായിരുന്ന പല അനാചാരങ്ങളെയും എതിർക്കുകയും അവരിൽ നിന്ന് എല്ലാം മാറ്റപ്പെടുന്ന ആളുകളെ സംഘടിപ്പിച്ച്, അവരിൽ ഏറ്റവും താഴ്ന്നവരും പാവപ്പെട്ടവരുമായ ആളുകളെ സംഘടിപ്പിച്ച് അവരെ സംഘടിപ്പിച്ചുണ്ടാക്കിയ ഒരു മതമാണ് ക്രിസ്തു മതം എന്നറിയപ്പെടുന്നത്. അത് ക്രിസ്തു മതമായിട്ടല്ല, ക്രിസ്തു അവരുടെ ഈ സങ്കല്പങ്ങളിൽ നിന്നെല്ലാം എതിർത്ത് അവർക്ക് നിന്ന് പുറത്തുപോയ കുറെ ആളുകളെ ഒന്നിച്ചു കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. മതം പിന്നീടാണ് ഉണ്ടായത്. ജീസസ് ക്രൈസ്റ്റിന്റെ സങ്കല്പം അനുസരിച്ച് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം സ്നേഹമാണ്. അതുപോലെ ദൈവം മനുഷ്യർ പാപം ചെയ്തെങ്കിൽ പോലും അവർ പശ്ചാത്താപിക്കുകയും അവര് കൂടുതൽ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും പാപികളോട് ദൈവം കരുണ കാണിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ജീസസ് ക്രൈസ്റ്റ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് യഹൂദന്മാർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അവരുടെ മതത്തിൽ നിന്നും അന്നത്തെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടവരും അതുപോലെ ഏറ്റവും മോശക്കാരെന്ന് കണ്ടുവരുന്ന ആളുകളെയൊക്കെയാണ് യേശു ക്രിസ്തു സ്വന്തം അനുയായികളാക്കി മാറ്റിയത്. അതായത് ചുങ്കക്കാര്, പാപികള്, അതുപോലെ വ്യഭിചാരികള്, സ്ത്രീകള്, അതുപോലെ മുക്കുവന്മാര്, അവരൊക്കെ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു വളരെ താഴ്ന്ന വിഭാഗക്കാരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ചുങ്കക്കാര്, ചുങ്കം പിരിക്കുന്ന ആൾ. എന്നാൽ അവർ ഉന്നത രീതിയിലുള്ള പുരോഹിതന്മാര്, അങ്ങനെ രാജാക്കന്മാര്, പ്രഭുക്കന്മാർ അങ്ങനെ ആരും അന്ന് ക്രിസ്തു മതത്തിലേക്ക് ചേർന്നില്ല. ക്രിസ്തു മതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക് പുതിയ ആളുകളെ ചേർക്കാം, അവർക്ക് അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അവരുടെ ദൈവവിശ്വാസം അനുസരിച്ച് പറഞ്ഞാൽ മനുഷ്യൻ പാപിയാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്. ഈ പാപത്തിന് മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ക്രിസ്തു മതം മുൻപോട്ടേക്ക് പോകുന്നത്. എന്നാൽ ഈ ക്രിസ്തുവിനെ ഒരിക്കലും ദൈവത്തിന്റെ പുത്രനായോ അങ്ങനെയൊന്നും യഹൂദന്മാർ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായിട്ടാണ് അംഗീകരിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളുടെ ദൈവസങ്കല്പം അനുസരിച്ച് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ദൈവത്തിന്റെ മകനാണ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് വരുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ ഇത് മൂന്നും കൂടെ ഉള്ള ഒരു രീതിയായിട്ടാണ് ക്രിസ്ത്യാനികൾ ദൈവസങ്കല്പത്തെ കൺസിഡർ ചെയ്യുന്നത്.
എന്നാൽ ഈ രീതിയിലൊന്നും ജൂതന്മാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ഇതിൻ്റെ തോറയ്ക്കകത്ത് യേശു എന്നൊരാൾ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. അത് അവസാന നാളിലാണ് വരുള്ളൂ. എന്നിട്ട് നല്ലവരെയും ചീത്ത ആളുകളെയും രണ്ടായിട്ട് തിരിക്കുമെന്നും അവരെ നല്ലവരെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കുമെന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയിലും ഏതാണ്ട് അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ജീസസ് ക്രൈസ്റ്റ് വന്നു. എന്നാൽ ജീസസ് ക്രൈസ്റ്റ് ഇനി വീണ്ടും ഒന്നുകൂടി വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതാണ് ക്രിസ്തു മതവും യഹൂദ മതവും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ജനവിഭാഗമാണ്. അത് അറബികൾ രൂപം കൊടുത്ത ഒരു മതമാണ് പ്രധാനമായും ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതിന് പൗരാണികമായിട്ട് അവർ പറയുന്നത് ഈ യഹൂദന്മാരുടെ ആദിമ പിതാവായിട്ടുള്ള അബ്രാഹിക് റിലീജിയനിലെ അബ്രാഹത്തിന്റെ ഭാര്യ, അബ്രാഹത്തിന് വയസ്സുകാലത്താണ് പിള്ളേരുണ്ടായത്. അദ്ദേഹത്തിന് പിള്ളേരില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സാറയായിരുന്നു. സാറയ്ക്ക് കുട്ടികളില്ലാത്ത കാരണം സാറ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീയിൽ, ഹാഗാർ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയിൽ നിങ്ങൾ പ്രാപിക്കണം. അങ്ങനെ അതിൽ നിന്നൊരു കുട്ടി ഉണ്ടാവും. അതിനെ നമ്മുടെ അടുത്ത തലമുറയായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഹാഗറിനെ പ്രാപിച്ചു. അതിൽ നിന്നും ഉണ്ടായ ഒരു മകനാണ് ഇസ്മയിൽ എന്ന് പറയുന്ന ഒരാൾ. പക്ഷെ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറയും ഗർഭം ധരിച്ചു. അങ്ങനെ സാറായ്ക്കും മകനുണ്ടായി. അപ്പോൾ സാറയുടെ നിർദ്ദേശപ്രകാരം ഈ ഹാഗറിനെ ആ അടിമ സ്ത്രീ അവിടെ നിന്ന് പുറത്താക്കിയാണ് ചെയ്തത്. അങ്ങനെ പുറത്താക്കിയ ഇസ്മായിലിന്റെ സന്തതി പരമ്പരയാണ് അറബ് സമൂഹം എന്ന് പറയുന്നത്. അത് ഗൂഗിളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അവരുടെ സന്തതി പരമ്പരയാണ് അറബികൾ. ആ അറബികൾ ഇങ്ങനെ മരുഭൂമിയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിട്ട് വ്യാപിച്ച് ഇറാൻ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് അവർ ജീവിച്ചു പോകുന്നു. അവര് പക്ഷേ അബ്രാഹത്തെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ യഥാർത്ഥ യഹൂദന്മാർ ഒരിക്കലും ഈ ഇസ്മായിലിന്റെ അറബികളെ ഒരിക്കലും അവരുടെ ഭാഗമായിട്ട് കണക്കുകൂട്ടിയിട്ടില്ല. സഹോദരന്മാരായിട്ടോ അങ്ങനെയൊന്നും കണക്കുകൂട്ടില്ല. അത് അടിമകളായിട്ട് തന്നെയാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്തും എല്ലാം അങ്ങനെ അവിഹിത ബന്ധത്തിലുണ്ടാകുന്ന മക്കളെ ഒരിക്കലും സഹോദരമായിട്ട് കണക്കാക്കാറില്ല. അവരെ അടിമ സ്ത്രീകളുള്ള അടിമകളുടെ ഒരു സെറ്റപ്പിലാണ് ഈ അന്ന് അറബികൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ഈ അറബികളിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അബു സലീം എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം വളരെ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് വളരെ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ഭരണാധികാരിയായിരുന്നു. അങ്ങനെ അദ്ദേഹം സൗദി അറേബ്യയിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം ഈ ആളുകളെല്ലാം കൂട്ടിക്കലർത്തി അന്നുണ്ടായിരുന്ന പല ദൈവങ്ങളുണ്ടായിരുന്നു. ബാൽ, യാഹുവിനെ യഹൂദന്മാരാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ എയിൽ എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം അള്ള എന്ന പേരിൽ ആരാധിക്കുകയും അതുപോലെ അള്ള എന്ന ഒരു ദൈവം ഉണ്ടാകുമെന്ന് അവർ ഒറ്റ ദൈവത്തിൽ തന്നെ അവർ വിശ്വസിക്കുന്നു. പക്ഷേ അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് മനുഷ്യർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടിമകളാണ്. അവരുടെ ഒരു അടിമ സെറ്റപ്പിലാണ് അവർ വിശ്വസിക്കുന്നത്. മനുഷ്യർ അടിമകളും ദൈവം ഉടയ ആളുമാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനാ രീതികൾക്ക് വ്യത്യാസമുണ്ട്. അവർ നിലത്ത് കമിഴ്ന്ന് കിടന്നാണ് പ്രാർത്ഥിക്കുന്നത്. യഹൂദന്മാർ ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും അവരും ചെയ്യുന്നുണ്ട്. അതായത് സുന്നത്ത് ചെയ്യുന്നു, അതുപോലെ പന്നിമാംസം വർജിക്കുന്നു, മദ്യം കഴിക്കുന്നില്ല. അങ്ങനെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അറബികൾ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ രീതിയിൽ അനുസരിച്ച് അവർ ദൈവത്തെ മുട്ടുകുത്തി എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മുട്ടുകുത്തി എന്നുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപികൾ ചെയ്യുന്ന രീതിയാണ്. നമുക്ക് പല സിനിമകളിലും കാണാം. പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെ ഒക്കെ കണ്ട പാപികളെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ മുട്ടിന് ചവിട്ടി നിലത്ത് മുട്ടുകുത്തിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ പാപികളായിട്ടുള്ള മനുഷ്യരാണ് ക്രിസ്ത്യാനികൾ മുട്ടിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇസ്ലാമികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിലത്ത് കിടന്ന് ഒരു അടിമ പ്രാർത്ഥിക്കുന്ന രീതിയിൽ നിലത്ത് തലകുത്തി നിന്ന് തല നിലത്ത് മുട്ടിച്ചാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഇവരുടെ പ്രാർത്ഥനാ രീതികൾ തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ യഹൂദന്മാരാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ആടി നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. വളരെ ബഹുമാനത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേക രീതിയിലാണ് അവരുടെ പ്രാർത്ഥന. അവർ മുട്ടയിലും കുത്താറില്ല, തല നിലത്തും ചുംബിക്കാറില്ല. അങ്ങനെ ഒരു രീതിയിലാണ് അവരുടെ പ്രധാനമായും പ്രാർത്ഥനകൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരുടെ ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനികൾ ക്രിസ്മസും ഈസ്റ്ററും ആചരിക്കുമ്പോൾ ജൂതന്മാർ യോം കിപ്പൂർ, അതുപോലെ അങ്ങനെ പെസഹ അങ്ങനെ എന്തൊക്കെ ആഘോഷിക്കുന്നു. മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ഖുറാൻ ദൈവത്തിൽ നിന്ന് കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന റമദാൻ മാസം ആഘോഷിക്കുന്നു, റംസാൻ ആഘോഷിക്കുന്നു, ബക്രീദ്, ഈദ് ആഘോഷിക്കുന്നു. അങ്ങനെ പല ആഘോഷങ്ങളും തമ്മിൽ ഇവരെല്ലാം വ്യത്യസ്തമായിട്ടാണ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആഘോഷങ്ങൾ രീതികളെല്ലാം വ്യത്യസ്തമാണ്. ഇവർ എബ്രാഹിമിക് റിലീജിയൻ ആണെന്ന് പറഞ്ഞാൽ പോലും ഇവരുടെ എല്ലാ ആഘോഷങ്ങളിലും ചിന്താഗതികളിലും എല്ലാം വ്യത്യസ്തമുള്ള ആളുകളാണ്. പക്ഷെ ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത പുലർത്താതെ മര്യാദയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലോകത്തിൽ സമാധാനം ഉണ്ടാകും. പക്ഷെ ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണ്, ഞങ്ങളാണ് വലുത്, ഞങ്ങളുടെയാണ് ശരി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നല്ല. ഇത് ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഓരോ ആളുകൾ പറഞ്ഞ ഓരോ രീതികളാണ്. അതിൻ്റെ ഓരോരോ സങ്കല്പങ്ങളുമാണ്. ഇതിനെ മറ്റൊന്നുമായിട്ട് നല്ലത് മറ്റൊന്ന് മോശമെന്നൊന്നും കൺസിഡർ ചെയ്യാതെ അവരവരുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ലോകത്തിൽ സമാധാനം ഉണ്ടാകും.
അല്ലാതെ ഇതെല്ലാം വ്യത്യസ്തമായ സങ്കല്പത്തിലൂടെ മുമ്പോട്ടേക്ക് പോകുന്ന ഒരു സംവിധാനങ്ങളൊക്കെ തന്നെയാണ്.